ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങും. ദുലീപ് ട്രോഫി മത്സരം മഴ മൂലം മുടങ്ങിയതിന്റെ പേരിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന് കേന്ദ്ര സഹമന്ത്രി ശശി തരൂരിന്റെ രൂക്ഷ വിമർശം. KCA ക്രിക്കറ്റിന് തന്നെ അപമാനമെന്ന് ശശി തരൂർ ട്വിറ്ററിലൂടെ പ്രതികരിച്ചു. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും KCAയുടെ തലപ്പത്ത് കയറിക്കൂടാനുള്ള ആഗ്രഹമാണ് വിവാദത്തിന് പിന്നിലെന്നുമായിരുന്നു KCAയുടെ മറുപടി. KCAയുടെ മറുപടിയെ വിമർശിച്ച് ശശി തരൂർ മണിക്കൂറുകൾക്കകം വീണ്ടും ട്വിറ്ററിലെത്തിയതോടെ വിവാദം കൊഴുത്തു. മഴ മൂലം ദുലീപ് ട്രോഫി മത്സരം 4ാം ദിനവും മുടങ്ങിയതാണ് KCAയ്ക്കെതിരെ തിരയാൻ ശശി തരൂരിനെ പ്രേരിപ്പിച്ചത്. സ്റ്റേഡിയത്തിലെ ഡ്രെയിനേജ് സംവിധാനത്തിനായി KCA മുടക്കിയ 8 കോടി രൂപ ആർക്കാണ് ഉപകാരപ്പെട്ടത്? മൈതാനത്ത് 2 ദിവസം സൂര്യപ്രകാശമുണ്ടായിട്ടും ഔട്ട്ഫീൽഡ് എന്തുകൊണ്ടാണ് നനഞ്ഞു കിടന്നത്? 2 മത്സരം മുടങ്ങിയതിന് ആരുത്തരം പറയുമെന്നും തരൂർ ചോദിച്ചു. എന്നാൽ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന പക്വതയില്ലാത്തതെന്നായിരുന്നു KCAയുടെ മറുപടി. ശശി തരൂരിന് KCAയുടെ തലപ്പത്തെത്താനുള്ള ആഗ്രഹമാണ് വിവാദത്തിന് പിറകിലെന്നും KCA പ്രസിഡന്റ് TC മാത്യു പറഞ്ഞു. KCAയുടെ പിടിപ്പുകേടുള്ളതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് പിടിപ്പുകേട് മാറ്റണമെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് പഠിക്കാതെ ഏതെങ്കിലും രീതിയിൽ പ്രതികരണം നടത്തുന്നത് ശരിയല്ല. അത് അപക്വമായിട്ടുള്ളൊരു പ്രതികരണമാണ്. KCAയുടെ പ്രതികരണം പുറത്തു വന്ന് മണിക്കൂറുകൾക്കകം KCA വിമർശിച്ച് ശശി തരൂർ വീണ്ടും ട്വീറ്റ് ചെയ്തു. സ്റ്റേഡിയം നവീകരണത്തിനായി KCA എന്തു ചെയ്തുവെന്ന് വ്യക്തമാക്കണം. കോടികൾ ചെലവാക്കിയതിന് കണക്കുകളുണ്ട്. സൂര്യൻ കത്തി നിൽക്കുമ്പോൾ മഴയുടെ പേരിൽ എങ്ങനെയാണ് കളി മുടക്കുന്നതെന്നും ശശി തരൂർ ചോദിച്ചു. മീഡിയ 1 കൊച്ചി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ടിൽ മഴയൊഴിഞ്ഞാലും ഒഴുകിപ്പോകാത്ത വെള്ളക്കെട്ടായിരുന്നു എന്നും പ്രശ്നം. പലതവണ നവീകരിച്ചിട്ടും നന്നാവാത്ത ഡ്രെയിനേജ് സംവിധാനം നേരത്തെ ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നഷ്ടപ്പെടുത്തിയിരുന്നു. അന്ന് തുടങ്ങിയ വിവാദം നവംബറിൽ ഒരു ഏകദിനത്തിന് തയ്യാറെടുക്കുമ്പോഴും തുടരുകയാണ്. 1996 കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം നിർമ്മിച്ചത്. അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് സ്റ്റേഡിയം ഉപയോഗിക്കാനാവുമോ എന്നതിൽ നിർമ്മാണത്തിന് മുമ്പേ സംശയങ്ങൾ ഉയർന്നിരുന്നു. ചതുപ്പ് നിലം മണ്ണിട്ട് നികത്തിയുള്ള സ്റ്റേഡിയത്തിൽ മഴക്കാലത്ത് വെള്ളമൊഴിയുമോ എന്നായിരുന്നു പ്രധാന ആശങ്ക. 1996 നവംബറിൽ സൗത്ത് ആഫ്രിക്ക കർണാടക ത്രിദിന മത്സരം അരങ്ങേറിയതോടെ വിമർശനത്തിന്റെ മുനയൊടിഞ്ഞു. അന്ന് ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമായിരുന്നുവെന്ന് കായികരംഗത്തുള്ളവർ പറയുന്നു. പിന്നീട് 2 വർഷത്തിലൊരിക്കൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളുണ്ടായി. സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ വിശാല കൊച്ചി വികസന അതോറിറ്റി അറ്റകുറ്റപ്പണി നടത്താതിരുന്നതോടെ ഡ്രെയിനേജ് സംവിധാനം പണിമുടക്കി. 2010 കോടികൾ മുടക്കി GCDA സ്റ്റേഡിയം നവീകരിച്ചപ്പോൾ ഡ്രെയിനേജ് സംവിധാനവും നന്നാക്കി. എന്നാൽ ആ വർഷം ഒക്ടോബർ 17 നടന്ന ഇന്ത്യ-ഓസ്ട്രേലിയ മത്സരം രാവിലെ വരെ പെയ്ത മഴ മൂലം ഒരു പന്ത് പോലും എറിയാതെ വേണ്ടെന്ന് വെച്ചതോടെ വിവാദങ്ങളും ഉയർന്നു. ഡ്രെയിനേജ് നിർമ്മാണത്തിലെ പാകപ്പിഴകൾ മൂലമാണ് സ്റ്റേഡിയത്തിലെ വെള്ളമൊഴിയാത്തത് എന്നായിരുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ വിമർശം. പിന്നീട് 2010 KCA സ്റ്റേഡിയം പാട്ടത്തിനെടുത്തു. 6.6 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ചു. മലേഷ്യൻ കമ്പനിക്കായിരുന്നു ഡ്രെയിനേജ് നിർമ്മാണത്തിന്റെ ചുമതല. ഇതിനുശേഷം 1.11 കോടി രൂപ കഴിഞ്ഞ വർഷം സ്റ്റേഡിയത്തിൽ വിനിയോഗിച്ചതായും KCAയുടെ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. മഴ നിലച്ച് അരമണിക്കൂറിനകം മത്സരം തുടങ്ങാവുന്ന വിധത്തിൽ ഡ്രെയിനേജ് കുറ്റമറ്റതാക്കി എന്നായിരുന്നു ഇതിനുശേഷം KCAയുടെ അവകാശവാദം. ഇതാണ് ഈ മാസം നടന്ന ദുലീപ് ട്രോഫി മത്സരങ്ങൾ മുടങ്ങിയതോടെ ഒഴുകിപ്പോയത്. മീഡിയ 1 കൊച്ചി. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ മുൻ ഭാരവാഹി N. അജിത് കുമാർ കൊച്ചിയിൽ നിന്ന്, മുൻ അന്താരാഷ്ട്ര അമ്പയർ KN രാഘവനും കൊച്ചിയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. മാധ്യമപ്രവർത്തകനായ A. വിനോദ്, KCAയുടെ ട്രഷറർ TR ബാലകൃഷ്ണൻ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം അജിത് കുമാറിലേക്ക്. അജിത്ത്, മഴ കണക്കിലെടുക്കാതെ ഈ സീസണിൽ കൊച്ചിയിലേക്ക് മത്സരം ക്ഷണിച്ചു വരുത്തിയ KCAയുടെ തീരുമാനമാണോ, അതോ ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് പോലെ ഡ്രെയിനേജ് നിർമ്മാണത്തിൽ വന്ന അപാകതയാണോ? എന്താണ് യഥാർത്ഥത്തിൽ ദുലീപ് ട്രോഫി മത്സരങ്ങൾ തടസ്സപ്പെടാൻ കാരണമായത്? എനിക്ക് തോന്നിയത് ഇത്രയേ ഉള്ളൂ. ഡ്രെയിനേജ് സിസ്റ്റം പെർഫെക്റ്റ് ആണ് എന്നുള്ള തോന്നലാണ് ഈ മത്സരങ്ങൾ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. 2011 ജനുവരി 24 മുതൽ ഈ ഗ്രൗണ്ട് KCAയുടെ ഉടമസ്ഥതയിലാണ്. അവർ 5 വർഷത്തേക്ക് GCDA എടുത്തിരിക്കുകയാണ്. അതിനുശേഷമാണ് അവർ ഒരു മലേഷ്യൻ കമ്പനിയുടെ ഒരു സഹായത്തോടെ ഡ്രെയിനേജ് മുഴുവനും ശരിയാക്കി. ഡ്രെയിനേജ് ശരിയാക്കിയതിന് ശേഷം അന്ന് സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ പ്രസിഡൻ്റായ മാത്യു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇനി മഴ പെയ്താൽ 1 മണിക്കൂർ മാക്സിമം, അല്ലെങ്കിൽ മാക്സിമം 1.5 മണിക്കൂറിനുള്ളിൽ കളി തുടങ്ങാനായിട്ടുള്ള സാഹചര്യം ഈ സ്റ്റേഡിയത്തിലുണ്ട്. ഒന്ന്. രണ്ടാമത്, അദ്ദേഹം ഈ മത്സരങ്ങൾ എടുക്കാനുള്ളൊരു കാരണം കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ സ്റ്റേഡിയത്തിൽ നമ്മുടെ ഏകദിന മത്സരങ്ങൾ വളരെ വിജയകരമായി നടത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു ടെസ്റ്റ് മത്സരത്തിലേക്ക് നമ്മൾ പോയേ പറ്റൂ.
അതുകൊണ്ട് അത് കാണിക്കാനായിട്ട് ശരിക്കും BCCIയും നാട്ടുകാരെയും നാം ഒരു ടെസ്റ്റ് മത്സരം നടത്താനുള്ള സജ്ജരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ദിലീപ് ട്രോഫി മത്സരങ്ങൾ ഇവിടെ കൊണ്ടുവന്നതെന്നാണ് അദ്ദേഹം പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും പറഞ്ഞത്. ഇപ്പം നടന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മത്സരങ്ങൾ വന്നു, മഴ പെയ്തപ്പോൾ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് മാത്യുവിന് പോലും മനസ്സിലായിരുന്നില്ല. ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടും അദ്ദേഹം അല്ലാതെ മഴക്കാലത്ത് കൊച്ചിയിൽ മത്സരങ്ങൾ നടത്താനുള്ള ബുദ്ധിമുട്ട് കൊച്ചിക്കാർക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ഭാരവാഹികളുണ്ട്, അവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. റൈറ്റ് അജിത് കുമാർ, തിരിച്ചു വരാം താങ്കളിലേക്ക്. TR ബാലകൃഷ്ണനുണ്ട്, KCA ട്രഷറർ, ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ TR ബാലകൃഷ്ണൻ, കൊച്ചിയിൽ മഴക്കാലത്ത് കളി നടത്താനുള്ള പ്രയാസം ക്രിക്കറ്റിനെ അറിയുന്ന എല്ലാവർക്കും, കേരളീയർക്ക് എല്ലാവർക്കും അറിയാം എന്ന് അജിത് കുമാർ ചൂണ്ടിക്കാണിക്കുന്നു. KCAയുടെ ഭാരവാഹികളായ കൊച്ചിയിൽ നിന്നുള്ളവർക്കും ഇതറിയാം. പക്ഷേ ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമാണ്. മഴ പെയ്താൽ 1 മണിക്കൂർ കൊണ്ട് കളി തുടങ്ങാൻ പാകത്തിൽ വെള്ളം ഒഴുക്കിക്കളയാൻ സാധിക്കും എന്ന വിശ്വാസം KCAയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സീസണിൽ കളി കൊച്ചിയിൽ നടത്താൻ തീരുമാനിച്ചത് എന്നും ആ തീരുമാനം പാളിപ്പോയി എന്നുമാണ് വിമർശനം. ഡ്രെയിനേജ് സംവിധാനത്തിലെ അപാകം പരിഹരിക്കാൻ ചെലവഴിച്ച കോടികൾ പാഴായിപ്പോയി എന്നും ആക്ഷേപമുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു തെറ്റിദ്ധാരണാജനകമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കൊച്ചി സ്റ്റേഡിയം GCDയുടെ ഉടമസ്ഥയിലുള്ള സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയം ലീസ് ഔട്ട് ചെയ്ത് 5 കൊല്ലത്തേക്കാണ്. ആ 5 കൊല്ലത്തേക്ക് നമ്മൾക്ക് 1 ഡേ മാച്ചും ബാക്കിയുള്ള സൗകര്യങ്ങളും നടത്തുവാൻ, IPL മാച്ചും നടത്തുവാൻ വേണ്ടിയിട്ട് മൊത്തം 8 കോടി രൂപ അവിടെ ചെലവാക്കിയതിൽ ലൈറ്റിന് വേറെ, അവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിന് വേറെ, ഡ്രസ്സിംഗ് റൂമിന് വേറെ, അതുപോലെ പ്രസ് ബോക്സ് ബാക്കിയുള്ള ഉണ്ടാക്കുന്നതിന് വേറെ, ഇതിനെല്ലാം കൂടി ചെലവാക്കിയതാണ് ഈ 8 കോടി രൂപ എന്ന് പറയുന്നത്. അതിൽ ഗ്രൗണ്ട് മെയിൻ്റനൻസും വന്നു. ഗ്രൗണ്ട് മെയിൻ്റനൻസിന് അതിനനുസരിച്ചുള്ള പൈപ്പ് ലൈനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു മഴ പെയ്യുമ്പോൾ നമുക്കറിയാം ആ പൈപ്പ് കൂടി എത്ര വെള്ളം അവിടെ ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ മാധ്യമത്തിലോ ഇല്ലെങ്കിൽ ആർക്കും വേണമെങ്കിൽ പോയി നോക്കാവുന്നതാണ്. ഇക്കൊല്ലം സംഭവിച്ചത് എന്താ പറഞ്ഞാല്, ഇക്കൊല്ലത്തെ മഴ നമുക്ക് എല്ലാവർക്കും അറിയാം. കൊച്ചിയിലെ വാട്ടർ ടേബിൾ നല്ലോണം റൈസ് ചെയ്തിരിക്കുന്നു. അതിനനുസരിച്ചുള്ള ഒരു അബ്സോർപ്ഷൻ ഗ്രൗണ്ടിൽ ഉണ്ടായില്ല. എന്നാലും ഗ്രൗണ്ടിൽ സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ അവിടെ ഒരിക്കലും നിന്നിട്ടില്ല. പക്ഷെ അവിടെ ആ നനവ് ഉണ്ടാവാനുള്ള സാഹചര്യം ആ ഗ്രൗണ്ടിലേക്ക് അപര്യാപ്ത ആയതുകൊണ്ടാണ് ഈ സമയത്ത് എടുത്ത ഈ മാച്ചിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. അത് എന്തായാലും പരിഹരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. TR ബാലകൃഷ്ണൻ, കൊച്ചി സ്റ്റേഡിയം യഥാർത്ഥത്തിൽ ക്രിക്കറ്റിന് വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒന്നാണോ? യഥാർത്ഥത്തിൽ കൊച്ചിയുടെ ഭൂപ്രകൃതി പ്രകാരം വെള്ളം ഒലിച്ചു പോകാൻ, വെള്ളം ഡ്രെയിനേജ് സംഭവിക്കാൻ ധാരാളം സമയമെടുക്കുന്നു. ഇത്തരത്തിൽ ഈ ഭൂപ്രകൃതിയും കൊച്ചി സ്റ്റേഡിയത്തിന്റെ രൂപകൽപ്പനയിലെ പ്രത്യേകതകളുമല്ലേ ഈ പ്രശ്നം വഷളാവാനുള്ള കാരണം? കൊച്ചി സ്റ്റേഡിയം ഉണ്ടാക്കിയത് ക്രിക്കറ്റിന് വേണ്ടി അല്ല, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ഒരു മൾട്ടിപർപ്പസ് സ്റ്റേഡിയം, മെയിൻ ആയിട്ട് കേരളത്തിന്റെ ഫുട്ബോളിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ സ്റ്റേഡിയമാണ്. ഇത് ഇൻക്ലിനേഷൻ ഓഫ് ഇത് പിച്ചിലിന്റെ നടുക്കിൽ നിന്നും സൈഡിലേക്കുള്ള ഇൻക്ലിനേഷൻ മിനിമം 60 സെന്റിമീറ്റർ എങ്കിലും വേണം, എന്നെങ്കിൽ മാത്രമേ ട്രെയിൻ ചെയ്ത് പോകാൻ കഴിയുള്ളൂ. പക്ഷെ കൊച്ചിയിൽ ഇപ്പൊ ഉണ്ടാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നാൽ ഫുട്ബോൾ മാച്ച് അങ്ങനത്തെ ഒരു സൗകര്യം ചെയ്താൽ ഫുട്ബോൾ മാച്ച് നടക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഇന്ന് വയനാട്ടിൽ കൃഷ്ണഗിരി ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റേഡിയം, കൃഷ്ണഗിരിയിൽ എത്ര വലിയ മഴ പെയ്താലും 15 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തിട്ട് കളിക്ക് സജ്ജമാകുന്ന ഒരു ഗ്രൗണ്ടാണ്. അതുപോലെ ആയിരിക്കണം സ്വന്തമായി ഒരു ഗ്രൗണ്ട് വന്നെങ്കിൽ മാത്രമേ ഈ ഒരു ഫെസിലിറ്റീസ് ആ ഗ്രൗണ്ടുകളിൽ ചെയ്യാൻ കഴിയുള്ളൂ. ഇതൊക്കെ ക്രിക്കറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സും അറിയുന്നവരൊക്കെ തന്നെയാണുള്ളത്. പക്ഷേ ഒരു ആർഗ്യുമെന്റിനും ഒരു ക്രിറ്റിസിസത്തിനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സബ്ജക്ട് എടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. TR ബാലകൃഷ്ണൻ, തിരിച്ചു വരാം താങ്കളിലേക്ക്. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. KN രാഘവൻ, കൊച്ചിയിലെ സ്റ്റേഡിയം ക്രിക്കറ്റിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല. ക്രിക്കറ്റ് അവിടേക്ക് കൊണ്ടുവരാൻ പിന്നീട് ശ്രമം നടത്തിയതാണ്. ഒരു സ്റ്റേഡിയത്തിൻ്റെ പരിശോധന, പിച്ചിൻ്റെ പരിശോധന അല്ലെങ്കിൽ സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ടിൻ്റെ പരിശോധന ഒക്കെ പ്രധാനമായും നടത്തുന്നത് അമ്പയർമാരാണ്. ഒരു അമ്പയർ എന്ന നിലയിൽ താങ്കൾ എന്ത് വിലയിരുത്തുന്നു കൊച്ചിയിലെ സ്റ്റേഡിയത്തിൻ്റെ ക്രിക്കറ്റ് കളിക്കാനുള്ള യോഗ്യതയെക്കുറിച്ച്? കൊച്ചിയിലെ സ്റ്റേഡിയം തീർച്ചയായിട്ടും ക്രിക്കറ്റ് കളിക്കാൻ യോഗ്യമായ സ്റ്റേഡിയം തന്നെയാണ്. അത്രയധികം 1 ഡേ ഇന്റർനാഷണലും ഇതിനു മുമ്പായിട്ട് 3 ഡേ മാച്ചസ് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഞാൻ ആ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചാണ്. കൊച്ചിയിൽ ആദ്യം ബോർഡ് പ്രസിഡന്റ് 11 വേഴ്സസ് കർണാടക, അതുപോലെ തന്നെ വേറൊരു മത്സരം പാകിസ്ഥാനായിട്ട് 3 ഡേ മാച്ചും ഇവിടെ കൊച്ചി സ്റ്റേഡിയത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഇന്റർനാഷണൽ മാച്ച് 3 ഡേ മാച്ചസും 1 ഡേ മാച്ചസും എല്ലാം നടത്തിയുകൊണ്ട് തന്നെ കൊച്ചിയിലെ സ്റ്റേഡിയം ക്രിക്കറ്റ് കളിക്കാൻ യോജിച്ച തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല.
പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം രണ്ട് ഇതിലാണ് കാണേണ്ടത്. ഞാൻ ഓരോ വശങ്ങളായിട്ട് അതിനെ പറയാം. ആദ്യമായിട്ട് ഈ ഗ്രൗണ്ടിൽ ഈ നേരത്തെ TR ബാലകൃഷ്ണൻ പറഞ്ഞ മാതിരി ആ ഗ്രൗണ്ടിന്റെ സ്ലോപ്പിന്റെ കാര്യത്തിനെ പറ്റി ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ക്രിക്കറ്റിന് വേണ്ടി ഉണ്ടാക്കിയ സ്റ്റേഡിയം അല്ലാത്തതുകൊണ്ടാണ്. സാധാരണ ഒരു സ്ക്വയറിൽ നിന്ന് പുറത്തേക്ക് വെള്ളം അതിവിടെ സാധിക്കുന്നില്ല. കാരണം ഒരു മൾട്ടിപർപ്പസ് സ്റ്റേഡിയം. പറഞ്ഞോളൂ കെ എൻ രാഘവൻ, പറഞ്ഞോളൂ. അപ്പോ ആ ഒരു ന്യൂനതയുണ്ട്. അപ്പൊ അത് അതിന്റെ ഡ്രെയിനേജ് സംവിധാനം ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടല്ല ഇപ്പൊ കളി നിന്ന് പോയത്. കാരണം പുതിയ ഡ്രെയിനേജ് സംവിധാനം വന്നിട്ട് വെള്ളം കെട്ടിക്കിടന്നിട്ടില്ല. ഇത് ഗ്രൗണ്ടിന്റെ ഈർപ്പം കൊണ്ടാണ്, ഗ്രൗണ്ടിന്റെയും പിച്ചിന്റെയും ഔട്ട്ഫീൽഡിന്റെയും ഈർപ്പം കൊണ്ടാണ് കളി നടക്കാതെ പോയത്. അതിന് കാരണം നേരത്തെ ബാലകൃഷ്ണൻ പറഞ്ഞാൽ ഇക്കൊല്ലത്തെ ഈ ഒരു സാധാരണയിൽ കവിഞ്ഞ മഴ കാരണം വാട്ടർ ടേബിൾ ഉയർന്നു. അതുകൊണ്ട് വെള്ളം വളരെ വേഗമായിട്ട് വലിഞ്ഞു പോകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യം നമ്മൾ എല്ലാം ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ഈ ഒരു സമയത്ത് ഇത്ര ശക്തമായ മഴ വരുമോ എന്നുള്ള കാര്യം ആരും ആന്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. തുലാവർഷത്തിന് സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മത്സരം എടുത്തത് KCA അവരുടെ ഒരു കളിയോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ്. അതിലവരെ തീർച്ചയായിട്ടും കുറ്റം പറയാൻ സാധിക്കില്ല. കൂടുതൽ നല്ല മത്സരങ്ങൾ കൊണ്ടുവരണം. ദിലീപ് ട്രോഫി നടത്തി കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് മത്സരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന്. റൈറ്റ് കെ എൻ രാഘവൻ, സാങ്കേതിക തകരാറുണ്ട്. അജിത് കുമാറിലേക്ക് ഒരിക്കൽ കൂടി. അജിത് കുമാർ, യഥാർത്ഥത്തിൽ KCA സംബന്ധിച്ച് ഇടക്കൊച്ചി സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ, അത് സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി ശശി തരൂർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഇവിടെ കെ എൻ രാഘവനും KCA ട്രഷററും ഉന്നയിച്ച കാര്യങ്ങൾ, കൊച്ചി സ്റ്റേഡിയത്തിൽ അതിന് വേണ്ടത്ര രീതിയിലുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളുണ്ട്, വെള്ളം ഒഴുകിപ്പോകാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ അതിലുണ്ട്, എന്നിട്ടും അപ്രതീക്ഷിതമായി പെയ്ത മഴ മൂലമുള്ള ഈർപ്പമാണ് പ്രശ്നങ്ങളെ സങ്കീർണമാക്കിയതെന്ന അവരുടെ വാദം, ശശി തരൂരിൻ്റെ ഇത്തരത്തിലുള്ള ആരോപണവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ താങ്കൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ശശി തരൂർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനോട് യോജിപ്പ് തന്നെയാണ് എനിക്കുള്ളത്. കാരണം ഒരു കാര്യം ഡെഫിനറ്റാണ്, ഒരു മലേഷ്യൻ കമ്പനി എന്നുള്ള കമ്പനിക്ക് ഇതേവരെ കൊടുത്തല്ലോ കോൺട്രാക്റ്റ്, എത്ര പണം ചിലവാക്കിയെന്ന് ഇപ്പോൾ TR ബാലകൃഷ്ണൻ പറഞ്ഞില്ലല്ലോ. അദ്ദേഹം അതിൻ്റെ ആ എമൗണ്ട് ഒന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. കാരണം അദ്ദേഹം എല്ലാം കൂടി 8 കോടി രൂപ എന്ന് ചിലവാക്കി. പക്ഷേ 2010-11 നിങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ട് അത് 10 കോടിയാണെന്ന്. അപ്പോൾ എമൗണ്ട് കൃത്യമായിട്ട് താങ്കൾ പറയണം എന്ന് റിക്വസ്റ്റ്. മലേഷ്യൻ കമ്പനിക്ക് എത്ര പണം കൊടുത്തു, എന്താണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്? കാരണം അവർക്ക് മെയിൻ്റനൻസ് കോൺട്രാക്റ്റും കൊടുത്തു എന്നാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആനുവൽ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ വേറൊന്നുമല്ല, KCAയുടെ ആനുവൽ റിപ്പോർട്ട് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ അവർക്കൊരു കോൺട്രാക്റ്റ് കൊടുക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഈ ആസ്പെക്റ്റും കൂടി അവിടെ പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ഈ വാട്ടർ ലെവലിൻ്റെ കാര്യം ഇന്നലെയോ മിനിയാന്നോ തുടങ്ങിയ കാര്യമൊന്നുമല്ല. കൊച്ചിയിൽ മഴക്കാലത്ത് നല്ല മഴ പെയ്യാറുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ വർഷവും ഇങ്ങനെ മഴയത്ത് വാട്ടർ ലെവൽ കൂടാറുമുണ്ട്. വാട്ടർ ലെവൽ ഹൈ ലെവലിലേക്ക് അതിനു മുമ്പ് ആ ചെലവഴിച്ച തുക സംബന്ധിച്ച വ്യക്തത വരുത്തേണ്ടതുണ്ട്. TR ബാലകൃഷ്ണൻ 10 കോടി രൂപയാണ് റിനോവേഷന് ചെലവഴിച്ചതെന്ന് അന്ന് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ എത്ര കോടി രൂപയാണ് ഡ്രെയിനേജ് സംവിധാനത്തിന് വേണ്ടിയെങ്കിലും ചെലവഴിച്ചത്? ഡ്രെയിനേജ് സംവിധാനത്തിന് ഏകദേശം 1 കോടിയുടെ അടുത്തുള്ള ഒരു പണം മാത്രമേ ഡ്രെയിനേജ് സംവിധാനത്തിന് ചെലവാക്കിയിട്ടുള്ളൂ. അത് KCAയുടെ ആനുവൽ റിപ്പോർട്ടിലും ബാക്കിയുള്ള കാര്യത്തിലും കൃത്യമാണ്. KCA മാത്രമാണ് ആനുവൽ റിപ്പോർട്ട് യഥാസമയം എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ട് അത് എല്ലാ സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുന്നു. ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെന്റ്. അത് നോക്കി പറയാൻ കഴിയും. ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് 10 കോടി രൂപ ചെലവാക്കി എന്ന് പറഞ്ഞ് അതൊരു അലിഗേഷനായി മാറ്റുന്നതിന് അതിൻ്റെ ഒരു ഉത്തരം പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളാണ്. ആ കണക്കുകൾ BCCIക്ക് ബോധിപ്പിച്ചാണ്, ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ബോധിപ്പിച്ചാണ്. ഈ നാട്ടിലെ ഞങ്ങളുടെ ആനുവൽ ജനറൽ